നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായി ചില സമയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം അധികമായി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു, അധികമായി ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ ആഴങ്ങൾ അന്വേഷിക്കുന്ന മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുൻപ് കേരളത്തിൽ വെള്ളപ്പൊക്കം നടന്നപ്പോഴും ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, മാക്സിമം ആളുകൾ പർച്ചേസ് ചെയ്യുന്നു, പക്ഷെ ഉള്ളത് ആർക്കും കൊടുക്കാതിരിക്കുന്നു നമ്മൾ കണ്ടതാണ്. पहले केरल में जब बाढ़ आया वो समय में और कोविड के सीजन में हमने ये देखा था कि केरल में जिन लोगों के हाथ में है वे ज्यादा खरीदारी कर रहे हैं पर बांट नहीं रहे हैं. ഇനിയുള്ള മുമ്പോട്ടുള്ള സീസണിലും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. और आने वाले दिनों में भी यही होने वाला है. ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ ബുദ്ധിമുട്ടും, भोजन के लिए लोग परेशान होंगे, മറ്റു പലതിനും മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന ഒരു സീസൺ വന്നേക്കാം. और अनेक बातों के लिए इंसान परेशान होने वाला समय आ सकता है. അങ്ങനെ ഒരു സീസണിൽ എണ്ണ ചോദിച്ചാൽ ഒരുപക്ഷെ ആളുകൾ കൊടുത്തില്ലെന്ന് വന്നേക്കാം. ऐसे एक समय में जब तेल मांगते समय में ऐसा हो सकता है कि लोग नहीं बांटेंगे. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ചിലർ പുതിയ നാട്ടുകാരുടെ നോക്കി നിൽക്കാതെ, പാസ്റ്റർമാരെ നോക്കി ജീവിക്കാതെ, പ്രവാചകന്മാരെ നോക്കി ജീവിക്കാതെ നിങ്ങൾ തന്നെ ഈ സീസണിൽ ചില കിണറുകൾ കുഴിക്കാൻ തയ്യാറെടുക്കുക. आज इन दिनों में आप लोग अपने अपने घरों के अंदर भविष्यद्वक्ताओं के लिए, पासवानों के लिए इंतजार करना छोड़ के अपने घरों में आत्मिक कुआओं को खोदना शुरू करें. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കും. अगर आप चाहते हैं तो पवित्र आत्मा उसके लिए आपको मदद करेंगे. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കറ ചുളുക്കം വാട്ടം ഒന്നുമില്ലാതെ നമ്മളെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്താൻ വേണ്ടിയാണ്. पवित्र आत्मा को परमेश्वर ने हमें इसीलिए दिया है ताकि हम कुछ परेशानियों के बिना परमेश्वर के आगे खड़े हो पाएं. എന്നാൽ ഒരുപാട് പേർ പരിശുദ്ധാത്മാവിന്റെ കൂടെ സഹകരിക്കുന്നില്ല. बल्कि कई लोग पवित्र आत्मा के साथ सहमति नहीं हो रहे हैं. പരിശുദ്ധാത്മാവിന്റെ കൂടെ സഹകരിക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ അവരെ ഒരുക്കുവാനും കഴിയുന്നില്ല. पवित्र आत्मा के साथ सहमति ना होने के कारण पवित्र आत्मा उनको तैयार नहीं कर पा रहे. നമ്മൾ ബാർബർ ഷോപ്പിൽ പോകാറുള്ള ആളുകളാണല്ലോ. हम बार्बर शॉप में जाते हैं. ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബാർബർ നമ്മുടെ തല ചരിച്ചു വെക്കാൻ പറയും. वहां पे जब हम जाते हैं तो बार्बर हमसे बोलते हैं कि हमारे सर को झुका के बैठे, തല കുനിഞ്ഞു വെക്കാൻ പറയും. झुका के बैठने के लिए बोलेंगे. അദ്ദേഹം പറയുന്നത് പോലെ നാം സഹകരിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. वे जब काम करते हैं तब हम उनके साथ में सहमति ना होंगे तो वे हमारे साथ काम नहीं कर पाएंगे. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ, इसी प्रकार जब पवित्र आत्मा हमें अगुवाई करते हैं, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നാം അതുപോലെ അനുസരിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റത്തുള്ളൂ. पवित्र आत्मा जैसे बोलते हैं वैसे अगर हम आज्ञाकारी बनेंगे तभी पवित्र आत्मा हमारे जीवन में काम कर पाएंगे. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് നാം വിധേയപ്പെടുന്ന ദിവസങ്ങളാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. इसी प्रकार पवित्र आत्मा के साथ सहमति होने वाला समय है हमारे उपवास के प्रार्थना का समय. എന്റെ ശുശ്രൂഷയിലും എന്റെ ആത്മീയ ജീവിതത്തിലും കഴിഞ്ഞ 23 വർഷങ്ങൾ പിന്നിടുകയാണ്. और मेरे सेवकाई में और आत्मिक जीवन में पिछले 23 साल समाप्त हो रहे हैं. ഞാൻ മുമ്പ് ഒരിടത്ത് പ്രസംഗിച്ചത് ആളുകൾ വിവാദമാക്കിയിട്ടുണ്ട്, ഉപവാസത്തിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ്. एक जगह में एक समय में जब मैंने प्रचार किया था, लोगों ने उसको बड़ा परेशानी बना दिया कि मैंने उपवास के विरोध में प्रचार किया है. ഞാൻ പട്ടിണി കിടക്കുന്നതിന് അന്നും ഇന്നും എതിരാണ്. मैं जो भूखे रहते हैं उसके लिए उस दिन में और आज भी मैं विरोध करता हूं. എന്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പാപജീവിതത്തിൽ നിന്നും 2-3 ദിവസത്തേക്ക് മാറിയിരുന്നിട്ട് വീണ്ടും പാപത്തിൽ പോകുന്ന ഒരു ഉപവാസ പ്രാർത്ഥന എനിക്ക് അന്നും താല്പര്യമില്ല, ഇന്നും താല്പര്യമില്ല. पाप के जिंदगी में शामिल रह के 2-3 दिन के लिए उसमें से अलग रह के, भूखे रह के, फिर वापस उसी पाप के जीवन में जाने के विरोध में आज भी हूं, पहले भी था. ഒരുപാട് പേരുടെ ഫാസ്റ്റിംഗ് ഇങ്ങനെയാണ്. अनेक लोगों के फास्टिंग ऐसे होता है. വ്യാഴാഴ്ച വരെയും തോന്നിയതുപോലെ ജീവിച്ചു, गुरुवार तक जैसे लगता है वैसे जिए. വെള്ളി ശനി ഞായർ ഉപവാസം, शुक्रवार शनिवार और उपवास दिनों में उपवास प्रार्थना है. തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാപം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. और मंगलवार को जो रोक के रखा है, बंद करके रखा है, पॉज किया है, उस पाप को फिर से शुरू करेंगे. ഈ ഉപവാസത്തിന് ഞാൻ അന്നും എതിരാണ്, ഇന്നും എതിരാണ്, ഞാൻ മരിക്കുന്നിടം വരെ ഇതിനെതിരായിരിക്കും. और इस उपवास के विरोध में मैं पहले भी था, आज भी हूं और मेरे मृत्यु तक वैसा ही रहूंगा. എന്നാൽ എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം? बल्कि कौन सा उपवास है जो मैं पसंद करता हूं? എന്നാൽ എന്താണ് ഞാൻ എന്റെ ചർച്ചിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാസ്റ്റിംഗ് പ്രയർ? और मेरे कलीसिया के लोगों को बढ़ाने वाला, समझाने वाला उपवास प्रार्थना क्या है? അത് 2-3 ദിവസം പട്ടിണി ഇരിക്കുന്നതല്ല. वो 2-3 दिन भूखे
भूखे रहने वाला नहीं है, It's a lifestyle of fasting. वो है उपवास का जीवन का तरीका. Amen. ജീവൻ കാ തരീക. Amen. ഉപവാസത്തിന്റെ ജീവിത ശൈലി. उपवास का जीवन का तरीका. എനിക്ക് ഹിന്ദി തെറ്റിച്ചാൽ അറിയാം. ആമേ, ഹല്ലേലൂയ. ഏത് ട്രാൻസ്ലേഷൻ തെറ്റിച്ചാലും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കർത്താവിന്റെ ദാസൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപവാസ് കാ ജീവൻ കാ തരീക. ഹല്ലേലൂയ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഉടമയായി തീരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. वैसे एक जीवन शैली का जीवन शैली रखना परमेश्वर चाहते हैं. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉപവാസത്തിന്റെ ജീവിത ശൈലി നിങ്ങളിൽ ഉണ്ടാകണമെന്ന്? कितने लोग चाहते हैं कि वैसा उपवास का एक जीवन शैली आपके जीवन में हो जाए? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ മേൽ അങ്ങ് ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് വിടാൻ പോവുകയാണ്. वैसे है तो आप प्रार्थना करिए कि उसके लिए एक अभिषेक पवित्र आत्मा आपके ऊपर देने जा रहे हैं. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? हाथ उठाकर क्या आप पुकार सकते हैं, हे यीशु? അങ്ങനെ ഒരു ഉപവാസത്തിന്റെ ജീവിത ശൈലി. वैसे एक उपवास की जिंदगी का शैली. എല്ലാവരും പറഞ്ഞേ ഉപവാസത്തിന്റെ ജീവിത ശൈലി. सब लोग बोले उपवास का जिंदगी का शैली. ആമേൻ. ഒരുപാട് പേര് ഉപവസിക്കുന്നു, പക്ഷെ ഉപവാസത്തിന്റെ ജീവിത ശൈലി ഇല്ല. अनेक लोग उपवास कर रहे हैं बल्कि उपवास का जिंदगी का शैली नहीं है. എന്താണ് ഈ 2-3 ദിവസം നാം കാണിക്കുന്നത്? हम इन 2-3 दिनों में हम क्या कर रहे हैं? എന്താണ് ഈ 2-3 ദിവസം നാം ദൈവത്തോട് കാണിക്കുന്ന രീതി എന്താണ്? हम ये 2-3 दिन में परमेश्वर के साथ हम क्या कर रहे हैं? What is the meaning of fasting? उपवास का अर्थ क्या है? ആമേൻ. ഉപവാസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. उपवास के बारे में हम हल्के से बताएं तो भोजन छोड़ना है. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. उसके बारे में सब लोग जानते हैं. അതുകൊണ്ട് ഉപവസിക്കുന്ന ആളുകൾ ആ ഫസ്റ്റ് പാർട്ട് എല്ലാവരും ചെയ്യാറുണ്ട്. इसीलिए उपवास करने वाले लोग उसके पहले कदम को सब लोग करते हैं. പക്ഷെ മീനിങ്ഫുൾ ആയ ഉപവാസത്തിൽ നമ്മൾ ആയിത്തീരണമെങ്കിൽ, बल्कि अर्थदायक उपवास में अगर हम शामिल हो उसके लिए നിങ്ങൾ ആഹാരം ഒഴിവാക്കിയാൽ മാത്രം പോരാ. उसके लिए आप केवल भोजन को ही ना अलग करें, അതിനെ റീപ്ലേസ് ചെയ്യുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങളുമായിട്ട് നിങ്ങൾ കൂട്ടിമുട്ടണം. और उसको भोजन के बगैर खाने के लिए परमेश्वर के वचन के साथ में बैठें. എന്താണ് ഈ ഉപവാസത്തിന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത്? उपवास के जिंदगी का शैली क्या है? ഈ 2-3 ദിവസങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ആത്മീയ ഉത്സാഹമുണ്ട്. ये 2-3 दिन आप प्रकट करने वाले जिंदगी का उत्साह है. നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാൻ സൂം മീറ്റിംഗിൽ വരുന്നു. सुबह में आप प्रार्थना करने के लिए जूम मीटिंग में आ रहे നിങ്ങൾ हैं. രാവിലെ ആത്മാവിൽ ആരാധിക്കുവാൻ റെഡിയാകുന്നു. आप सुबह में आत्मा में आराधना करने के लिए तैयारी कर रहे हैं. ഇത് എത്ര ദിവസം നിങ്ങളിൽ നീണ്ടു നിൽക്കും? ये कितने दिन ऐसा रहेगा? പാസ്റ്റർ നാളെ കൂടല്ലേ ഉള്ളൂ ഉപവാസം. पास्टर जी केवल कल तक है उपवास, നാളെ ആമേൻ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ അത് നിർത്തും. उसके बाद में हम समाप्त करेंगे. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ഉപവാസക്കാരനാണ്. वैसे अगर करते हैं आप तो एक आप साधारण उपवास करने वाले व्यक्ति हैं. പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. मुझे नहीं लगता है कि उसमें से कुछ खासियत होगा. വിഷമമായോ? ഇല്ല. വിഷമമായില്ല. ആമേൻ. എന്നാൽ ഉപവാസത്തിന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത്, बल्कि उपवास की जिंदगी का शैली, ഈ 2-3 ദിവസം നാം കാണിക്കുന്ന ആത്മീയ ഉത്സാഹം ഞായറാഴ്ച കഴിഞ്ഞും കഴിച്ചുകൊണ്ടും നാം കാണിക്കണം. ये 2-3 दिन हम दिखाने वाले जो उपवास के जो उत्साह है वो रविवार के बाद में भी आगे करना है. അത് ആഹാരം കഴിച്ചുകൊണ്ട് കാണിക്കണം. वो भोजन खाते हुए करना है. ഇപ്പോൾ ആഹാരം കഴിക്കാതെ കാണിക്കുന്ന ഉത്സാഹം ആഹാരം കഴിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കണം. और जो उत्साह आप दिखा रहे हैं भोजन ना खाते हुए अभी, वो आप भोजन खाते हुए कल करना है. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകാതെ ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഉത്സാഹം ജോലിക്ക് പോയിക്കൊണ്ട് നിങ്ങൾ കാണിക്കണം. और जो आप काम पे नहीं जा रहे हैं और परमेश्वर की उपस्थिति में उत्साह दिखा रहे हैं, आगे काम पे जाते हुए भी दिखाना है. ഇപ്പോൾ നിങ്ങൾ സ്കൂളിനും ട്യൂഷനും പോകാതെ കാണിക്കുന്ന ഈ ആത്മീയ ഉത്സാഹം സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നിങ്ങൾ കാണിക്കണം. आप अभी स्कूल में और कॉलेज में ना जाते हुए प्रकट करने वाले उत्साह जो है आगे स्कूल कॉलेज में जाते हुए भी करना है. അങ്ങനെ ആത്മീക ഉത്സാഹമുള്ളവരുടെ ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉള്ളവരുടെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കൽ പോലും ആത്മമണ്ഡലത്തിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. वैसे उपवास का ऐसा एक जिंदगी का शैली जो इन लोगों को है, वे लोग केवल एक टाइम भोजन छोड़े तो भी आत्ममंडल में काम बहुत होगा. അവൻ ഉപവാസം എന്ന് പറയുമ്പോൾ തന്നെ പിശാച് പേടിക്കും. वे लोगों के बारे में शैतान इतना डरता है कि वे बोले कि उपवास है. അല്ലാത്ത ഈ ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ആളുകൾ 3 ദിവസം പച്ചവെള്ളം കുടിക്കാതെ ഉപവസിച്ചിട്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയും. आज सुबह में मैं आपसे ये बताना चाहूंगा कि ऐसे ना
करने वाले लोगों के 3 दिन के पानी के बगैर उपवास में भी कोई फायदा नहीं है। ഞാൻ ഇങ്ങനെ ഉള്ള ഉപവാസക്കാരുടെ ഉപവാസം മുടക്കിയിട്ടുണ്ട്. ऐसे लोगों के उपवास करने वाले लोगों के उपवास को मैंने बंद किया है। എനിക്കറിയാം ഈ ആളുകളുടെ ഉപവാസത്തിന്റെ രീതി എന്താണെന്ന്. और मुझे पता है कि लोगों के उपवास का रीति क्या है। എനിക്ക് തോന്നിയപ്പോ ചുമ്മാ പട്ടിണി കിടക്കുക. मुझे समझ में आया कि वह ऐसे ही भूखे हैं। ഞാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ആഹാരം കഴിക്കും പ്ലീസ്, എന്തിനാ പട്ടിണി കിടന്ന് ശരീരത്തെ കെടുത്തുന്നത്, നിങ്ങൾ ആഹാരം കഴിച്ചാട്ടെ. मैंने उन लोगों को बोला है कि क्यों अपने शरीर को बर्बाद करते हो, खाना खाओ। എന്നെ കേൾക്കിട്ടുകൊണ്ടിരിക്കുന്ന ഇൻ ക്രൈസ്റ്റ് ചർച്ചിലെ മെമ്പേഴ്സിനോട് ഞാൻ പറയാം, मुझे सुनने वाले इन क्राइस्ट कलीसिया के मेंबर्स को मैं बताता हूँ, നീ പട്ടിണി ഇരുന്നിട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഉപവസിച്ചിട്ട് നിനക്ക് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദയവായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വല്ലതും വെച്ച് കഴിക്കുക. अगर आप भूखे रहने के कारण आप कुछ प्रार्थना नहीं कर पा रहे हैं, आप यूं ही भूखे हैं, तो मैं दया करके आपसे कहता हूं कि दोपहर को कुछ खाना बना के खा लीजिए. നിങ്ങളുടെ പാസ്റ്റർ ഒരിക്കലും നിങ്ങളെ വഴക്ക് പറയത്തില്ല. आपका पासवान आपको कभी भी आपसे झगड़ा नहीं करेगा. നിങ്ങൾ ഉപവസിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം കളയുന്നതിനേക്കാൾ നല്ലതാണ് ആമേൻ നിങ്ങൾ ആമേൻ കഴിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നത്. आप ऐसे भूखे रह के अपने शरीर के सेहत को बर्बाद करने से अच्छा है कि आप परमेश्वर की उपस्थिति में खाना खाएं. ദയവായിട്ട് വേറെ എങ്ങും പോയി പറയരുത്. आप दया करके और कहीं ना जाके बोले ഞാൻ ऐसे, എന്റെ ചർച്ചിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. मैं मेरे कलीसिया को ऐसे ही सिखाता हूँ. എന്നാൽ ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉള്ളവൻ, बल्कि जिसके जीवन में उपवास का जीवन शैली है, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ वह अगर प्रार्थना करना शुरू करे तो ആത്മമണ്ഡലത്തിൽ വലിയ സ്വാധീനങ്ങൾ നടക്കും. आत्ममंडल में बड़ा काम होगा. അവൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ वो प्रार्थना करना शुरू करे तो ദേശത്ത് ചില കാര്യങ്ങൾ നടക്കും, देश के अंदर कुछ काम होना शुरू करेगा, കുടുംബങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കും, परिवारों में काम होगा. വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെ ഞാൻ എടുത്തു പഠിച്ചപ്പോൾ परमेश्वर के वचन के अंदर एक एक व्यक्ति के बारे में जब मैंने पढ़ाई किया, അവർ ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. वे उपवास किए हैं. ആമേൻ. ഏലിയാവ് ഫാസ്റ്റ് ചെയ്തു, एलिया ने उपवास किया, മോശ ഫാസ്റ്റ് ചെയ്തു, मूसा ने उपवास किया, യേശു ഫാസ്റ്റിംഗ് ചെയ്തു. यीशु ने उपवास किया. ഒത്തിരി പേർ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. बहुत से लोग उपवास किए हैं. എന്നാൽ അതിലുപരി ഇവർക്കൊരു ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. बल्कि उससे बेहतर उनको उपवास का एक जीवन शैली था. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈലിന്റെ ആളാകണമെന്ന്? आप में से कितने लोग चाहते हैं कि वैसा एक उपवास का जीवन शैली का व्यक्ति बने आप? ചേർന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे है यीशु. കൈകൾ തുറന്ന് വിളിക്കാമോ? യേശുവേ. मुंह खोल के पुकारे है ഉച്ചത്തിൽ यीशु. വിളിച്ച് യേശുവേ. ऊंची आवाज के साथ बोले है यीशु. ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉള്ളവരെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. उपवास के जीवन शैली जिनको है उन लोगों को परमेश्वर ध्यान देते हैं. തെറ്റിദ്ധരിക്കരുത്, ദൈവം പട്ടിണി കിടക്കുന്നവരെ അല്ല നോക്കുന്നത്. आप कभी भी गलत फहमी में ना आए. जो भूखे हैं उन लोगों को प्रभु नहीं देखते. നമുക്കൊക്കെ കിട്ടിയ ഐഡിയാസ് ഇതാണ്. हम लोगों को ऐसा ही सोच प्रभु ने दिया है. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗിന്റെ ഫസ്റ്റ് പോർഷൻ ആകുന്ന ആഹാരം ഒഴിവാക്കൽ നമ്മൾ ചെയ്യുന്നു. इसीलिए हम उपवास के पहला कदम जो है भोजन को अलग करते हैं. എന്നാൽ ഫാസ്റ്റിംഗിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല. बल्कि हम उपवास के दूसरे कदम में हम प्रवेश नहीं कर रहे हैं. അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഉള്ള ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. वैसे जीवन शैली होने वाले लोगों को 2-3 लोगों को मैं आपसे बात करता हूँ. അങ്ങനത്തെ ആളായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. वैसा एक व्यक्ति था एलिया. ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കിയപ്പോൾ അവൻ ഫാസ്റ്റിംഗ് അല്ലായിരുന്നു. एलिया नबी जब उन्होंने आसमान से आग उतारा तब वे फास्टिंग नहीं थे. എന്റെ ഭാഷയിൽ പറഞ്ഞ രാവിലെ പൊറോട്ടയും മുട്ടയും അടിച്ചിട്ട് അവൻ തീയിറക്കാൻ പോയത്. मेरे भाषा में अगर मैं बताऊं आलू के पराठे खा के वे आग उतारने के लिए गए. എന്താ റീസൺ എന്നറിയാമോ? उसका कारण क्या है? അവൻ തീയിറക്കാൻ വേണ്ടി ഉപവസിക്കുന്നവനല്ല. वे आग को उतारने के लिए उपवास करने वाला नहीं है. അവന്റെ ഉപവാസത്തിന്റെ ജീവിത ശൈലിയാണ് അവനെ കൊണ്ട് തീയിറക്കിപ്പിക്കുന്നത്. और उसके उपवास की जीवन शैली है उसके द्वारा आग को उतारता है. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? हमारा प्रॉब्लम क्या है? നമുക്കൊരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഫാസ്റ്റിംഗ് ആണ്. हमें अगर एक कन्वेंशन है तो हम सुबह में उपवास है. നിന്റെ തല്ലിപ്പള്ളി ഫാസ്റ്റിംഗ് ഇന്ന് രാവിലെ നിർത്തണം. आपके ये झूठा उपवास आप आज सुबह में बंद करें. നിനക്ക് പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ അന്ന് പകൽ നീ ഫാസ്റ്റിംഗ് ആണ്. अगर आपको परीक्षा है तो उस दिन में आप उपवास है. നിനക്ക് PSC ടെസ്റ്റ് ഉണ്ടെങ്കിൽ നീ ഫാസ്റ്റിംഗ് ആണ്. आपको PSC का टेस्ट है तो आपको उपवास है. അത് നിന്റെ അകത്ത് കിടക്കുന്ന മതത്തിന്റെ ഫാസ്റ്റിംഗ് ആണ്. वो आपके अंदर रहने वाला धर्म का उपवास है. എന്നാൽ ഇൻ ക്രൈസ്റ്റ് ചർച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ഫാസ്റ്റിംഗ് അതേ അല്ലേ അല്ല. बल्कि मसीह में इन क्राइस्ट कलीसिया जो बताता है वैसा उपवास नहीं है. ഏലിയാവിന് ദീർഘവർഷങ്ങൾ ഒരു ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. एलिया को अनेक सालों तक एक लंबा
उपवास का जीवन शैली था ആ ലൈഫ് സ്റ്റൈലുമായിട്ട് അവൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറിയത്. और वैसे जीवन शैली के साथ वो आहाब के महल के अंदर गया ആ ലൈഫ് സ്റ്റൈലിൽ അവൻ ആകാശത്തെ അടച്ചത്. और उसके उस जीवन शैली ने आसमान को बंद कर दिया था. നാട്ടിലെങ്ങും പട്ടിണിയായിരിക്കുമ്പോഴും അവന് പട്ടിണിയില്ല. അവൻ വിധവയുടെ വീട്ടിൽ നല്ല ആഹാരം പുട്ടും മുട്ട അടിച്ചുകൊണ്ടിരിക്കുകയല്ല. और जब उसके सारे गांव में सारे देश में जब भोजन नहीं था, अकाल था, तो वो उस विधवा के घर में खाना खा रहा था. ഹല്ലേലൂയ. ആമേൻ. നമ്മളാണെങ്കിൽ हम होते तो നമ്മൾ അന്നത്തെ ദിവസം മാത്രം എന്തോ ഒരു കുപ്പായൊക്കെ ഇട്ട് മതത്തിന്റെ കുപ്പായം ഇട്ട് ഉപവസിക്കും. और हम केवल उस दिन के अंदर धर्म के कपड़ों को पहन के हम उपवास करते. പക്ഷേ ഏലിയാവ് അങ്ങനെയുള്ള ആളല്ല. एलिया वैसा आदमी नहीं था. അവൻ ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവനാണ്. वो उपवास के जीवन शैली का आदर करने वाला था. മോശ ചെങ്കടൽ മുറിച്ചത് 3 ദിവസം ഉപവസിട്ടൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. आपको पता है मूसा ने लाल समुद्र को 2 भागा, 3 दिन उपवास करके नहीं. അതിലുപരി അവന് 80 വർഷത്തിലധികം ഒരു ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. उससे बढ़कर उसको 80 सालों तक का उपवास का एक जीवन शैली था. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ റിലീസ് ചെയ്യുകയാണ്. के नाम से मुझे देखने वाले कुछ लोगों के ऊपर ऐसा एक जीवन शैली उपवास का प्रभु दे रहा है. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇതിന്റെ അഭിഷേകത്തെ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നുണ്ട്. आज सुबह में ऐसा एक अभिषेक को अनुभव कर रहा हूं. നിന്റെ കള്ളത്തരങ്ങൾ ഉപവാസങ്ങൾ ഇന്ന് പകൽ നിർത്തണം. आपके झूठे उपवास को आज सुबह में बंद करें. അത് നിന്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറണം. वो आपके जीवन का एक शैली बन जाए. യോശുവ സൂര്യനെ പിടിച്ചു കെട്ടിയത് यहोशू ने जो सूरज को बंद कर दिया था, വെള്ള ഉടുപ്പും കറുത്ത പാന്റും ഇട്ട് തലയെ തുണിയും കെട്ടിയിട്ട് അവൻ പ്രാർത്ഥനാ മുറിയിൽ അതല്ല അവൻ സൂര്യനെ പിടിച്ചു കെട്ടിയത്. सफेद कपड़ा पहन के, काला पैंट पहन के, सिर पे कपड़ा बांध के प्रार्थना के कमरे में नहीं है जो सूरज को बांधा. അവൻ 21 ദിവസം ഫാസ്റ്റ് ചെയ്തിട്ടല്ല ഗാലക്സിയെ സ്റ്റോപ്പ് ചെയ്തത്. वो 21 दिन के उपवास के बाद में नहीं था जो गैलेक्सी को उसने बंद कर दिया അവൻ था. യുദ്ധക്കളത്തിൽ നിന്നാണ് ഗാലക്സിയെ സ്റ്റോപ്പ് ചെയ്തത്. वो अपने लड़ाई के जमीन में खड़े होके उसने गैलेक्सी को बंद कर दिया. അവന്റെ യുദ്ധക്കളത്തെ അവൻ ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റി കളഞ്ഞു. और उसके जो लड़ाई के जो जमीन है उसको जीवन शैली बना दिया उपवास का. നീ ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ ഉള്ളവനാണെങ്കിൽ अगर आप उपवास का शैली होने वाला व्यक्ति है നിന്റെ तो പ്രാർത്ഥന പായെ മാത്രമല്ല അവൻ ശ്രദ്ധിക്കുന്നത്. केवल परमेश्वर आपके प्रार्थना के चटाई को नहीं देख रहे हैं. നിന്റെ ഡ്രൈവിംഗിനെ അവൻ ഇഷ്ടമാണ്. वो पसंद करता है आपके गाड़ी चलाने നീ को. സൈക്കിൾ ഓടിക്കുന്ന ദൈവം ശ്രദ്ധിക്കും. आप साइकिल चलाते वक्त परमेश्वर ध्यान देंगे. തുണി കഴുകുന്നത് ദൈവം ശ്രദ്ധിക്കും. आपके कपड़े धोने परमेश्वर നീ ध्यान देंगे. കറി കരിയുന്നത് ദൈവം ശ്രദ്ധിക്കും. आप वेजिटेबल काटते हुए आपको परमेश्वर देखेंगे. മതത്തിന്റെ ചടങ്ങുകളില്ലാത്ത നിന്റെ വാക്കുകൾക്കനുസരിച്ച് ദൈവം ചലിക്കാനിടയായിത്തീരും. धर्म के बाद ना होने वाले आपके शब्दों को परमेश्वर ध्यान देंगे. നമ്മൾ സൂര്യനെ പിടിച്ചു കെട്ടുന്ന എങ്ങനെ? हम सूरज को कैसे बांधते हैं? നമ്മൾ 21 ഇരിക്കും. 21 दिन उपवास करते हैं എന്നിട്ട് ഒരു ആത്മിക നാടകം കാണിക്കും. और उसके बाद आत्मा के एक नाटक दिखाएंगे. ഇത് നാടകത്തിന്റെ സീസൺ അല്ല. ये नाटक का सीजन नहीं है. ഇൻ ക്രൈസ്റ്റിൽ ഒരു പുതിയ തലമുറ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. इन क्राइस्ट में एक नए पीढ़ी को परमेश्वर खड़ा करने वाला है. ചർച്ചിനകത്ത് ഒരു പുതിയ ജനറേഷൻ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. कलीसिया के अंदर एक नए पीढ़ी को प्रभु खड़ी कर रहा है. generation those who are carrying the fasting lifestyle. अब उपवास की जीवन शैली को जीवन में लेके चलने वाले एक पीढ़ी को प्रभु खड़ा कर रहा है. Hallelujah. हालेलुया. അവരുടെ സഭായോഗവും അവരുടെ വീടും അവരുടെ സ്കൂളും അവരുടെ കോളേജും അവരുടെ കരിയറും ഒരുപോലെയായിരിക്കും. उनका आराधना, उनका जीवन, उनका घर, उनका कॉलेज सब एक समान होगा. ഹല്ലേലൂയ. आमीन. പുതിയ നിയമത്തിൽ മുടന്തനെ എഴുന്നേൽപ്പിച്ച പത്രോസിനെ യോഹന്നാനെ അറിയത്തില്ലേ? क्या आप नहीं जानते वो लोगों को जो पतरस और यूहन्ना नए नियम के अंदर लंगड़े को खड़ा किया? നിങ്ങൾ എന്താ ചിന്തിച്ച പുള്ളി ഫാസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണെന്നാണോ? आपने क्या सोचा कि वह व्यक्ति उपवास करके आया था? രാവിലെ നല്ല ഫുഡ് അടിച്ചിട്ട് വരിക. सुबह में अच्छा पेट भर के भोजन खा के आ रहा है. അവർ അതിനു വേണ്ടി അവൻ ഉപവസിക്കുന്ന ആളുകളല്ല. और वे ऐसे व्यक्ति नहीं है जो उसके लिए उपवास कर रहे हैं. അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നും ഒഴുകുന്നതാണ് അവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. उनका सेवकाई ऐसे बहता है उनके जीवन शैली के अंदर से. രാവിലെ ചിലരൊക്കെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഫാസ്റ്റിംഗിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. कुछ लोगों को सुबह में हंसते हुए देखते हुए मुझे समझ में आया कि आप उपवास में बैठ के खाना खा रहे നിങ്ങൾ हैं. കഴിച്ചാലും പ്രശ്നമില്ല. आप खाना खाते भी कोई दिक्कत नहीं നിങ്ങൾ है. കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. आपको ना खाते हुए भी कोई दिक्कत नहीं है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ये बोलेंगे हालेलुया. പക്ഷേ
എന്നോട് പരിശുദ്ധാത്മാവ് 2-3 ദിവസമായി പറയുകയാണ്. बल्कि 2-3 दिन से पवित्र आत्मा मुझे बोल रहे हैं. ഞാൻ 3 ദിവസമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. 3 दिन से मैं यही बोल रहा हूँ. ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ഈ വർഷം തുടങ്ങിയത്. ये साल में हमने ऐसे शुरू किया था कि मसीह में जीवन शैली, ഫാസ്റ്റിംഗിന്റെ ലൈഫ് സ്റ്റൈൽ. उपवास का जीवन शैली. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? बोल सकते हैं हालेलुया, ഹല്ലേലൂയ. हालेलुया. എനിക്ക് ഈ വചനത്തിന് മുമ്പിരിക്കും എനിക്ക് ആരെയും തെറ്റിദ്ധരിപ്പിക്കണ്ട. इस वचन के सामने बैठते समय में मैं ये नहीं चाहता कि किसी को गलतफहमी में रखूं. നിന്റെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം നീ അഥവാ ഇച്ചിരി ആഹാരം കഴിച്ചെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവം നിന്നെ വടിയെടുത്ത് അടിക്കത്തില്ല. अगर आप शरीर में कमजोर होने के कारण थोड़ा सा खाना खाने से इस्राएल का परमेश्वर आपको डंडे से नहीं मारेगा. നീ അഥവാ മറിച്ച് ഒരു ഫാസ്റ്റിംഗിന്റെ ജീവിത ശൈലി ഉള്ളവനാണെങ്കിൽ നീ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ തന്നെ അത്ഭുതത്തിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. अगर आप उपवास के अंदर ऐसे जीवन शैली में रहने वाले व्यक्ति हैं तो आपका जिंदगी का माहौल ही एक अद्भुत चमत्कार का माहौल होगा. അതല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് നീ കാണിക്കുന്ന ആത്മീക നാടകമാണ് നിന്റെ ഉപവാസം. अगर ऐसा नहीं है तो आप 2-3 दिन प्रकट करने वाले एक आत्मिक नाटक है आपका उपवास. ഇന്ന് രാവിലെ നാടകം ഉപേക്ഷിക്കുക. आज सुबह में उस नाटक को बंद करिए ഫാസ്റ്റിംഗിന്റെ ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക. और उपवास के जीवन शैली को बनाइए ദാനിയേലിനെ പോലെ. दानिएल के जैसे. ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് കരയും. मैं सुबह में, दोपहर में और शाम को मेरे मन के दुखों को प्रकट करके प्रार्थना करूंगा. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ऐसे सैकड़ों उदाहरण है. അമ്മേ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയുടെ ബലം കെടുത്തിയത് ഉപവസിച്ചുകൊണ്ടല്ല. और शद्रक मेशक अबेदनेगो जो है वो आग के ताकत को बंद किए उपवास करके नहीं. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെങ്ങനെ ചെയ്തെന്നറിയാം? उन्होंने वैसे किया. അവർ ചെയ്തത് उन्होंने ऐसे किया. ലൈഫ് സ്റ്റൈലായിരുന്നു അത്തിയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞത്. उनके जीवन का शैली जो है उस आग के ताकत को समाप्त कर दिया था. കപ്പൽ അപകടത്തിൽപ്പെട്ട പൗലോസിനെ കുറിച്ച് അറിയത്തില്ലേ? आप पौलुस के बारे में नहीं जानते जो जहाज के तोड़ते समय फंस गए थे. നമ്മളൊക്കെ അപകടത്തിലാണെങ്കിൽ ഫാസ്റ്റിംഗിലായിരിക്കും. हम जब दुर्घटना में है तो उपवास में है. പക്ഷെ പൗലോസിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. बल्कि पौलुस को मैं समझ अच्छा लगा मुझे. അവൻ അപകടത്തിൽപ്പെട്ടപ്പോൾ അപ്പം നുറുക്കി തിന്നെന്ന്. वो जब दुर्घटना के अंदर था रोटी तोड़ के खाया. മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് പകൽ പൊളിയട്ട നിന്റെ അകത്ത് കിടക്കുന്ന മതങ്ങൾ. आज आपके दिल के अंदर के धर्म टूट जाए. ഹല്ലേലൂയ. ആരാണ്ടൊക്കെ എന്നെ നോക്കുന്നു സൂക്ഷിച്ച്. कुछ लोग मुझे ऐसे घूर के देख रहे हैं. അവൻ അപ്പം നുറുക്കി തിന്നു. उसने रोटी तोड़ के खाया. ഹല്ലേലൂയ. हालेलुया. കാര്യം അവർ നമ്മുടെ ആളുകൾ ചെയ്യുന്ന പോലെ ആ പർട്ടിക്കുലർ മൊമെന്റിൽ മാത്രം അത് അഭിനയിക്കുന്ന ആളുകളല്ല. हमारे कुछ लोग करते हुए ऐसे इस प्रकार एक माहौल की अंदर प्रकट करने वाला नाटक नहीं है. അവരുടെ അകത്തൊരു ദൈവബന്ധമുണ്ട്. उसके अंदर एक परमेश्वरीय रिश्ता ആ है ദൈവബന്ധത്തിനകത്താണ് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. और उस रिश्ते के अंदर है वे जो कदम रख रहे हैं. ഹല്ലേലൂയ. हालेलुया. ചേർന്ന് വിളിച്ച് യേശുവേ. मिलके बोले है यीशु. ചേർന്ന് വിളിച്ച് യേശുവേ. मिलके पुकारे है यीशु. എന്താണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്? ये उपवास क्या है? എന്താണ് റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ് सच्चा उपवास क्या है बताइए. ആഹാരം ഒഴിവാക്കുന്നത് മാത്രമല്ല, भोजन को अलग करना ही नहीं है. ഈ ഫാസ്റ്റിംഗ് നടക്കുമ്പോൾ ये उपवास के समय में നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, हम करने वाले एक प्रधान काम ये है. നമ്മുടെ ജഡത്തെ ഫീഡ് ചെയ്തത് നമ്മൾ അവസാനിപ്പിക്കുന്നു. हम हमारे शरीर को जो कुछ भी खिला रहे हैं वो सब हम बंद कर रहे നമ്മൾ हैं. പല വിധത്തിൽ ജഡത്തെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. हम अलग अलग रीति से हमारे शरीर को खाना खिलाते हैं. നമ്മുടെ ശാരീരിക ഉത്സാഹത്തിന് വേണ്ടത് പലതും നമ്മൾ ഒഴിവാക്കുന്നു. और शरीर के उत्साह के लिए जो चाहिए वो सब कई बातों को हम बंद कर देते हैं. ഞാനൊരു കാര്യം പറയാം. मैं आपसे एक बात बताता हूँ. ചിലർ ഇത് ഫാസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയാണ്. कुछ लोग उपवास इसलिए कर रहे हैं कि परमेश्वर के ध्यान को पाएं. ഈ വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ पानी में जब हम जाते हैं അവിടുത്തെ ആളുകൾ ഉടുപ്പൂരിയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. मैंने सुना है कि वहाँ के लोग पानी में जो है कपड़े निकाल के ऐसे दिखाते हैं. കപ്പലിൽ കിടക്കുന്നവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ. जो जहाज में है उन लोगों को उनके ध्यान को स्वीकार करने के लिए. അതുപോലെ ചിലർ ഉപവാസം. ऐसे हैं कुछ लोगों का उपवास. പ്രാർത്ഥനാ മുറി കിടന്ന് കയ്യും കാലിട്ട് അടിക്കുക. प्रार्थना के कमरे में बैठ के हाथ पांव दिखा रहे हैं. നീ ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കാനാണോ ഉപവസിക്കുന്നത്? क्या आप परमेश्वर के ध्यान को पाने के लिए उपवास कर रहे हैं? ഞാനൊരു കാര്യം പറയട്ടെ. मैं एक बात आपसे बताता हूँ. ലോക സ്ഥാപനത്തിന് മുന്നമേ അവന്റെ കണ്ണെന്നെ മേൽ വന്നതും അവന്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. आज सुबह में मैं यहाँ पे इसीलिए बैठा हूँ कि क्योंकि परमेश्वर जगत के उत्पत्ति से पहले मुझे देख लिए हैं. Amen. We cannot manipulate God. हम परमेश्वर को हमारे पसंद के अनुसार ले नहीं पाएंगे. നമുക്ക് ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റത്തില്ല പ്രിയരെ. हम हमारे इच्छा के अनुसार
बार परमेश्वर को अलग नहीं कर सकते നിങ്ങൾ हैं। രണ്ടിരുന്നാലും മൂന്നിരുന്നാലും ഏഴിരുന്നാലും 21 40 നിനക്ക് ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. हम 2 या 3 या 7 या 40 दिन उपवास करने से भी हम परमेश्वर को हमारे और खींच नहीं सकते हैं। അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലാണ് നീ ഉപവസിക്കുന്നതെങ്കിൽ ഇന്ന് നീ ഉപവാസം നിർത്തണം. മറിച്ച് ദൈവ വചനത്തിന്റെ ഫാസ്റ്റിംഗിലേക്ക് നീ കയറണം. अगर ऐसे एक सोच के साथ आप उपवास कर रहे हैं तो आज आपके उपवास को बंद करिए और परमेश्वर के वचन के अंदर प्रवेश करिए। ഒത്തിരി പേർക്ക് ഒരു തോന്നലുണ്ട് ദൈവത്തെ അങ്ങ് വീഴ്ത്തിക്കളയാം. कुछ लोग, अनेक लोग ऐसे सोचते हैं कि परमेश्वर को मेरे वश में कर लूं। ഞാൻ ഇപ്പൊ 21 ഇരുന്ന് എന്റെ മോടെ കല്യാണം അങ്ങ് നടത്തി കളയാം. मैं अभी 21 दिन उपवास करके मेरी बेटी के शादी को मैं करा दूंगा। നീ ഫാസ്റ്റ് ചെയ്തത് കൊണ്ടല്ല നിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. अरे तेरा उपवास करने की वजह से नहीं है, तेरा काम जब होता है। എന്റെ ഫാസ്റ്റിംഗ് അല്ല എന്നെ നടത്തുന്നത്. मेरा उपवास नहीं है जो मुझे चला रहा है। എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു മരിച്ചത് കൊണ്ടാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. कलवरी के क्रूस के ऊपर यीशु मरा जिसके कारण मेरा काम होता है। എന്റെ ഫാസ്റ്റിംഗ് ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല. तेरा उपवास परमेश्वर को वश में करने के लिए नहीं होना ചേർന്ന് चाहिए। വിളിക്കാമോ യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोले है यीशु। ചേർന്ന് വിളിക്കാമോ യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोले है यीशु। ഞാൻ ഉപവസിക്കുമ്പോ ദൈവം പറയാണ്, मैं उपवास करते समय में परमेश्वर बोलते हैं, മോനെ നീ 7 ദിവസം പട്ടിണി കിടന്നെന്ന് വിചാരിച്ച് എനിക്കൊന്നും പുതുതായിട്ട് നിനക്ക് ചെയ്തു തരാനില്ല. बेटा तू 7 दिनों भूखा रहने से मैं कुछ भी नया कुछ तेरे लिए नहीं कर നിനക്ക് पाऊंगा। ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. मैं तेरे लिए जो कुछ भी कर सकता हूँ वो सब कुछ मैं कर चुका ഞാൻ हूँ। നിനക്ക് വേണ്ടി മരിച്ചതാണ്. मैं तेरे लिए मरा ഞാൻ हूँ। നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതാണ്. मैं तेरे लिए जी उठा हूँ। എന്നെ അടിപ്പിടാൻ നീ സൗഖ്യമാണ്. मेरे कोड़े खाने से तू चंगा നീ है। ക്രിസ്തുവിൽ പരിപൂർണനാണ്. तू मसीह में परिपूर्ण നീ है। ക്രിസ്തുവിൽ സമ്പന്നനാണ്. तू मसीह में धनी है। അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് അവൻ എനിക്ക് വേണ്ടി ദരിദ്രനായതാണ്. उसके दरिद्रता के कारण मैं अमीर बनने के लिए वो मेरे लिए दरिद्र बना है। ഹല്ലേലൂയ. हालेलुया। ഈ കളിപ്പിരി ഉപവാസം എല്ലാരും നിർത്തണം കേട്ടോ. आपके ये झूठे उपवास को सब लोग अब बंद करें। നമ്മുടെ കാര്യമല്ല, हमारे बारे में नहीं। നമ്മുടെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഉപവസിക്കുന്നവരാണ്. हमारे लोग सही तौर पे उपवास करने वाले लोग हैं। എവിടെന്നെങ്കിലും നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ അകത്ത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആ തെറ്റിദ്ധാരണകൾ എല്ലാം അവസാനിപ്പിക്കണം. जहाँ कहीं से भी आप आते समय में आपके अंदर ऐसा गलत फहमी है तो आज उस गलत फहमी को बंद करें। ഹല്ലേലൂയ. हालेलुया। എനിക്കറിയാം ചില വീടുകളെ എനിക്കറിയാം. मुझे पता है कुछ घरों के बारे में, കൊച്ചു കുഞ്ഞുങ്ങളാണ്. छोटे बच्चे हैं, 2-3 വയസ്സേ കുഞ്ഞുങ്ങൾക്കുള്ളൂ. 2 या 3 साल के उम्र के ही है वो बच्चे। ഞായറാഴ്ച രാവിലെ ആഹാരം കൊടുക്കത്തില്ല. रविवार के दिन सुबह में खाना नहीं खिलाएंगे। പ്ലീസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ വെറുപ്പിക്കരുത്. आप दया करके आपके बच्चों को परमेश्वर के विरोध में विरोधी ना करें। വല്ലതും കൊടുത്തിട്ട് കൊണ്ടുപോകാ രാവിലെ അതുങ്ങളെ. कुछ खाना खिला के उनको लेके आना। സഭായോഗത്തിലെങ്കിലും മര്യാദക്ക് ഇരിക്കട്ടെ. परमेश्वर की आराधना में कम से कम वो चुपचाप बैठे। വിശന്നിരിക്കുക ഈ കുഞ്ഞുങ്ങൾ. ये बच्चे भूखे परमेश्वर की उपस्थिति में बैठे हैं। ഈ റൈസം പാസ്റ്റർ നിർത്തിയിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. और ये रेजन पास्टर प्रचार को बंद करने के बाद ही थोड़ा सा खाना खा सकते हैं। അവന് വചനം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. वो वचन ध्यान नहीं दे पा रहा है। അവന് ദൈവം എന്ന് പറയുമ്പോൾ അവന്റെ ബിസ്ക്കറ്റും ചായയും മുടക്കുന്ന ഏതോ കക്ഷിയാണ് അവൻ. उसको जब वो सुनाई देता है परमेश्वर के बारे में तो उसको लगता है कि परमेश्वर उसके बिस्किट को चाय को बंद करने वाला व्यक्ति है। ധന്യ എന്തോ പറ്റി മോളെ നീ ചിരിക്കുന്നേ? धनिया आप क्यों हंस रही हो? ആമേൻ. ഞാൻ എല്ലാരെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. मैं सबको देख रहा हूं। ഹല്ലേലൂയ. പീറ്ററെ നീ നിശ്ചയമായിട്ട് ഫാസ്റ്റ് ചെയ്യണം. पीटर भाई आप जरूर उपवास करें। ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ പറയാവോ? मिलके बोले हालेलुया। നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ആഘോഷിക്കട്ടെ. हमारे बच्चे प्रभु के साथ त्योहार मनाएं। നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നട്ടെ. हमारे बच्चे परमेश्वर के बारे में सुने तो खुश हो जाएं। ഇസ്രായേലിന്റെ ദൈവം നിന്റെ പാലും ബൂസ്റ്റും നിന്റെ ബിസ്ക്കറ്റും ബോൺവിറ്റയും മുടക്കുന്നവനല്ല ഇസ്രായേലിന്റെ ദൈവം. इस्राएल का परमेश्वर आपके दूध को बॉर्नविटा को बिस्किट को खत्म करने वाला नहीं है। നിനക്ക് കൊതിയുള്ള ഇറച്ചി വരെ തരുന്നവനാണ് ദൈവം. आप जिसको पसंद करते हैं उस मांस को भी खिलाने वाला परमेश्वर है। ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് मिलके पुकारे है यीशु। അകത്ത് മതമില്ലാത്തവർ എന്റെ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറ. अंदर जिनके धर्म नहीं है वे लोग मेरे साथ मिलके हालेलुया बोले। ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ശമൂവേൽ പറയുന്ന ഒരു വാക്യമുണ്ട്. पहले शमूएल 15 अध्याय के अंदर शमूएल बोलता है, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ദൈവം പ്രസാദിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? 15 के 22 और 23 शमूएल ऐसे कहते हैं, क्या यहोवा होम बलियों और मेल बलियों से उतना प्रसन्न होता है जितना कि अपनी बात के माने जाने से प्रसन्न होता है?
അപ്പൊ ഏതാ ഇമ്പോർട്ടന്റ്? और कौन सा है परमेश्वर के सामने महत्वपूर्ण? നീ ഹനനയാഗം കഴിക്കുന്നതാണോ, ഹോമയാഗം കഴിക്കുന്നതാണോ, അതോ ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നിൽക്കുന്നതാണോ? आप होम बलि करना या मेल बलि करना, उससे वो परमेश्वर पसंद करते हैं या परमेश्वर की इच्छा में रहना करते നമ്മുടെ हैं? ആളുകളുടെ ചിന്ത ഇതാണ്. हमारे लोगों के मन में सोच ऐसा है, എനിക്ക് നന്നാവാൻ താല്പര്യമില്ല, मैं ठीक नहीं होना चाहता, പക്ഷെ എല്ലാ വർഷവും ഞാൻ ഇരിക്കുന്ന 21, बल्कि हर साल में मैं बैठता हूँ 21 दिन, എല്ലാ വർഷവും ഞാൻ ഇരിക്കുന്ന 40. हर साल में 40 दिन बैठता हूँ. നീ എന്താ വിചാരിച്ചേക്കുന്നത്? तूने क्या सोचा है? ഞാൻ പല ഫാസ്റ്റിങ്ങിനും പോയിട്ടുണ്ട്. मैं अनेक फास्टिंग के लिए गया हूँ. ഞാൻ ഫാസ്റ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഫാസ്റ്റിങ്ങിന്റെ ലൈഫ് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യുന്നു. बल्कि मैं उपवास को आगे उत्साह नहीं देता हूँ, बल्कि उपवास की जीवन शैली का उत्साह देता हूँ. ആമേൻ. आमेन. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? मिलके बोलेंगे हालेलुया. 40 ദിവസം ഇരിക്കും ഒരു സഭയിൽ. 40 दिन बैठे हैं परमेश्वर के एक भवन के अंदर. ആദ്യത്തെ ഒരാഴ്ച അങ്ങ് പിടിച്ചിരുന്നു. पहले एक हफ्ता ऐसे ही बैठ गए. രണ്ടാമത്തെ ആഴ്ച മുതൽ ചിന്തയാണ് 40 തീരുമ്പോ ബിരിയാണി വേണോ, കപ്പ ബിരിയാണി വേണോ, കഞ്ഞി വേണോ, ചോറ് വേണോ. എടാ നീ എന്തിനാണ് ഈ പട്ടിണി കിടക്കുന്നത്? നീ വല്ലതും കഴിക്കടാ. एक हफ्ते के बाद में सोचना शुरू करेंगे, 40 दिन के उपवास के बाद में क्या खाएंगे? बिरयानी खाएंगे या कन्नी खाएंगे या क्या खाएंगे? मैं आपसे कहता हूं कि इसको बंद करो और खाना खाओ. ഉച്ചക്കത്തെ സെക്ഷൻ കൂടിയാലോചനയാ. और वो दोपहर के जो सेशन के बाद में बैठ के सब लोग बात करते हैं. അപ്പൊ ഇവൻ ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ മുതൽ ഇവന്റെ അകത്ത് കിടക്കുന്ന 40 കിട്ടുന്ന ബിരിയാണിയാ. और इस उपवास शुरू करने से समय से इसके अंदर ऐसा सोच है कि 40 दिन के बाद खाना खाने वाला बिरयानी है. മര്യാദക്ക് ഇന്ന് പകൽ അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ മുമ്പിൽ ഇപ്പോൾ നിർത്തിക്കോണം. आज 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 मेरे सामने ऐसे कोई बैठे हैं तो इसको बंद करें. നിനക്ക് വിശക്കുന്നേ പോയി കഴി. अगर तुझे भूख लग रहा है तो जाना जाके खाना खा. ഹല്ലേലൂയ. എനിക്ക് വിശന്നാ ഞാൻ കഴിക്കും. मुझे अगर भूख लगे तो मैं जाके खाना खाऊंगा. പണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ എന്നെ വിമർശിച്ചു. जब पहले मैं ऐसे बात को बोला तो लोगों ने मेरे विरोध में बोला. എന്റെ ആദ്യത്തെ 7 പൊളിഞ്ഞു പോയി. पहले 7 दिन का उपवास मेरा खत्म हो गया. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. 3 दिन के बाद भयंकर भूख. ഭയങ്കര എന്നാണോ ഹിന്ദിയിൽ പറയുന്നത്? ഓക്കെ, ഭയങ്കര ഭൂഖ്, സഹിക്കാൻ വയ്യാത്ത വിശപ്പ്, जबरदस्त भूख. ഞാൻ പോയി കഴിച്ചു. मैं जाके खाना खाया. എന്റെ കൂടെ ഇരുന്ന 7 പേരും പിടിച്ചിരുന്നു. मेरे साथ में जो बैठे थे उपवास करके, वो सारे 7 के 7 लोग उपवास रहे. ആ പിടിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ പിടിച്ചു പോകുന്നുണ്ട്. और जो उस दिन उपवास में ऐसे पकड़ के बैठे थे वो आराम से जी रहे हैं इन दिनों में. പക്ഷെ ഉപവാസം പൊളിഞ്ഞ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. बल्कि जिस मेरे जीवन में जो उपवास खत्म हो गया था, परमेश्वर मुझे इस्तेमाल करना शुरू ദൈവം किया. നോക്കുന്നതിന്റെ പട്ടിണി കിടപ്പല്ല പ്രിയരെ. परमेश्वर आपके भूखे रहने को नहीं ध्यान देते ദൈവം हैं. നോക്കുന്നതിന്റെ സിൻസിയർ ആയ ഹാർട്ടിനെയാണ് ദൈവം परमेश्वर നോക്കുന്നത്. आपके खुले अच्छे दिल को प्रभु देखते हैं. ഞാൻ വലിയ ദൈവ സാന്നിധ്യം मैं അനുഭവിക്കുന്നുണ്ട്. परमेश्वर की एक बड़े उपस्थिति को महसूस कर रहा हूँ. ശുശ്രൂഷ പ്രാപിക്കണമെന്നുള്ള കൊതിയോടെ ഞാൻ പലരുടെ അടുക്കൽ പോയി. सेवकाई पाने के लिए चाहत के साथ अनेक लोगों के पास में गया. അവർ പറഞ്ഞു 21 ഇരിക്കണം, उन्होंने बोला कि किस दिन उपवास करना है? 40 ഇരിക്കണം. 40 दिन उपवास करना है. എനിക്ക് പറ്റത്തില്ല. मुझसे नहीं हो सकता. ഹല്ലേലൂയ. हालेलुया. എനിക്കൊരു കാര്യം അറിയാം. एक बात मैं जानता हूँ, എന്റെ ഉപവാസങ്ങളല്ല, मेरे उपवास से नहीं, അതല്ല എന്റെ വിഷയം. मेरा विषय वो नहीं है. ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുപ്പ് എന്റെ മേലുണ്ട്. बलवानों को चुप कराने के लिए बलहीन व्यक्ति जो मैं हूँ, मेरे ऊपर परमेश्वर का ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके बोले हे यीशु. ഹനനയാഗങ്ങളെക്കാൾ ഹോമയാഗങ്ങളെക്കാൾ ദൈവം പ്രസാദിക്കുന്നത് ദൈവം പറയുന്നത് കേൾക്കുന്നവനെ. मेल बलियों से ज्यादा, होम बलियों से ज्यादा परमेश्वर उन्हीं लोगों से पसंद करता है जो लोग उनके परमेश्वर के बातों को ध्यान देते हैं. പിന്നെ ആരോ ചോദിക്കുന്നു, എന്തിനാ പാസ്റ്ററെ പിന്നെ ഇപ്പൊ 3 ദിവസം ഉപവസിക്കുന്നേ? तो कोई पूछ रहा है कि ऐसा है तो क्यों पास्टर जी 3 दिन उपवास कर रहे हैं अभी? ആരണ്ടൊക്കെ ഇരുന്ന് ചോദിക്കുന്നു, എന്തിനാ ഉപവസിക്കുന്നേ? कुछ लोग बैठ के पूछ रहे हैं कि क्यों उपवास कर रहे हैं? എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ല ഉപവസിക്കുന്നേ. मेरे काम होने के लिए नहीं है मैं उपवास कर रहा हूँ. എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ ഉപവസിക്കുന്നേ. मेरे बातों के लिए नहीं है मैं उपवास कर रहा हूँ. എന്റെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്തതിന്റെ അപ്പുറത്തൊന്നും ഇന്നത്തെ ഉപവാസം കഴിയുമ്പോൾ എനിക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാനില്ല. मेरे प्रभु ने क्रूस के ऊपर मेरे लिए जो कुछ भी किया है उससे बढ़कर कुछ भी नहीं है आज के दिन में प्रभु को करने के लिए. പിന്നെ എന്തിനാ പാസ്റ്റർ റൈസൻ നിങ്ങൾ ഉപവസിക്കുന്നത്? फिर किस लिए है पास्टर रईसन आप उपवास कर रहे हैं? ഹല്ലേലൂയ. हालेलुया. അത് അമേൻ ഏതോ സമരപ്പന്തലിൽ നിന്ന് കീജൈ വിളിക്കുന്ന പോലെ തന്നേ പറ്റൂ കൊണ്ടേ പോകൂ ഇതല്ല
അല്ല എന്റെ ഫാസ്റ്റിംഗ് പ്രയർ. मेरा उपवास ऐसा नहीं है जहाँ पे स्ट्राइक करते हैं और बोलते हैं कि इंगुलाब जिंदाबाद जैसे बोलते हैं, वैसा उपवास नहीं है मेरा. പിന്നെ എന്തിനാ ഉപവസിക്കുന്നേ? मैं उपवास किस लिए है? എന്റെ ആഹാരം ഒഴിവാക്കി, मेरे खाने को बंद करके, എന്റെ ദേഹം ദേഹി ആത്മാവിനെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത്, मेरे शरीर प्राण और आत्मा को एक बार फिर से प्रभु के साथ में स्तर करके, ഞാൻ കുറെ കൂടെ ആഴത്തിൽ എന്റെ ദൈവത്തെ അറിയുകയാണ്. थोड़ा और गहराई में मैं परमेश्वर को जान रहा हूँ. ഞാൻ കുറെ കൂടെ ആഴത്തിൽ എന്റെ ദൈവത്തോട് അടുക്കുകയാണ്. थोड़ा और गहराई में मैं परमेश्वर के करीब जा रहा ഒരു हूँ. ഇന്റിമസിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ്. परमेश्वर के उस गहराई में रिश्ते में आगे बढ़ने के लिए मैं चाहता हूँ. ഒരു അഭിഷേകം വ്യാപരിക്കുന്നല്ലോ. एक अभिषेक मंडरा रहा है. വിനോദ് ബ്രദറെ, നിന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നു. विनोद भाई, आपके ऊपर एक अभिषेक मंडरा रहा है. ഇരിക്കുന്ന മുറിയിൽ ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. आप बैठे हुए उस कमरे के अंदर परमेश्वर की शक्ति वहाँ पे मंडरा रहा है. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പസമയം യേശുവിന് ആരാധന കൊടുത്താട്ടെ. जो विश्वास करते हैं ताली बजा के प्रभु की आराधना करें. എനിക്ക് വണ്ടി മേടിക്കാനല്ല ഞാൻ ഉപവസിക്കുന്നത്. मैं उपवास इसलिए नहीं कर रहा हूँ कि गाड़ी खरीदूं. എനിക്ക് പുതിയ വീട് കിട്ടാൻ വേണ്ടിയല്ല. नया घर मिलने के लिए नहीं. എനിക്ക് വഴി തുറക്കാൻ വേണ്ടിയല്ല. मेरे लिए तो रास्ते खुलने के लिए नहीं. എനിക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു തന്നവനെ എനിക്ക് കുറെ കൂടെ അറിയണം. मेरे लिए सब कुछ करके खत्म किए हुए उस प्रभु को मैं थोड़ा और जानना चाहता हूँ. Through fasting I am seeking more intimacy. उपवास के द्वारा मैं थोड़ा और गहराई में प्रभु को जानना चाहता हूँ. എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? कितने लोग परमेश्वर की उपस्थिति को अनुभव कर रहे हैं. അങ്ങനെയാണ് നിന്റെ ഫാസ്റ്റിംഗ് എങ്കിൽ ऐसे है आपका उपवास तो നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. आपके घर के अंदर माहौल बदलने जा നിന്റെ रहा है. വീടിന്റെ സിറ്റുവേഷൻ മാറാൻ പോവുകയാണ്. आपके घर के अंदर परिस्थितियां बदल रहे हैं. ചേർന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് मिलके पुकारे हैं यीशु. എത്ര പേർ ആ ഇന്റിമസി അന്വേഷിക്കുന്നുണ്ട്? आप में से कितने लोग प्रभु के साथ उस गहरे रिश्ते को जानते हैं? എന്താണ് യേശു ഉപവാസത്തെ കുറിച്ച് പറഞ്ഞത്? प्रभु यीशु ने उपवास के बारे में क्या बोला? യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, यीशु के चेले प्रभु के पास आके बोले, യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, ഞങ്ങൾക്ക് ഉപവസിക്കണം. यूहन्ना के जो चेले हैं वो उपवास कर रहे हैं, हम भी चाहते हैं उपवास അപ്പൊ करें. അതിന്റെ അർത്ഥം അതുവരെ യേശു അവരെ ഉപവാസത്തിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടില്ല. उसका मतलब यह है कि वो समय तक यीशु ने उनको उपवास करने के लिए उत्साहित नहीं किया. ആമേൻ. आमीन. ഒന്ന് പറയാണ് ഞങ്ങൾക്ക് ഉപവസിക്കണം. वो आगे आके बोलते हैं कि हमें उपवास करना है. യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അറിയാമോ? यीशु ने क्या बोला पता है? മണവാളൻ കൂടെ ഉള്ളപ്പോൾ जब जो bridegroom, वर जो है वो साथ में है तो തോഴ്മക്കാരന് ഉപവസിക്കേണ്ട ആവശ്യമില്ല. सेवक को उपवास करने का जरूरत नहीं है. മണവാളൻ വിട്ടുപിരിയുന്ന നാഴിക വരും. जो वर जब उसको छोड़ के चला जाएगा, അന്ന് നിങ്ങൾ ഉപവസിക്കണം. वो समय में आपको उपवास करना है. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ मैं आपको आमतौर पे बताऊं, നിങ്ങൾ എന്നെ മിസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉപവസിക്കണം. जब आप मुझे मिस करना शुरू करेंगे तब उपवास करना शुरू करें. My dear brothers and sisters, मेरे at 25 years I never miss my savior because Christ in me the hope of glory. मेरे भाई बहनों, मैं आपसे कहना चाहूंगा, पिछले 25 साल से मैं यीशु को मिस नहीं करता हूं, क्योंकि मसीह जो मेरे अंदर है मेरे महिमा की आशा है. Hallelujah. हालेलुया. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? कुछ समझ में आ रहा है? Hallelujah. हालेलुया. വായ്കൾ തുറന്ന് വിളിച്ചേ യേശുവേ. मुंह खोल के बोले हैं यीशु. എപ്പോഴാ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണ്ടേ? आपको उपवास कब करना है? എപ്പോഴാ ഫാസ്റ്റ് ചെയ്യേണ്ടത്? आपको उपवास कब करना है? നിങ്ങളുടെ ബിസിനസ് പൊളിയുമ്പോഴല്ല, आपका बिजनेस बर्बाद होने से नहीं, പരീക്ഷയിൽ തോക്കുമെന്നാൽ പേടിയുള്ളപ്പോഴല്ല, परीक्षा में हार मानेंगे करके डरने के कारण नहीं, PSC ടെസ്റ്റ് എഴുതുമ്പോഴല്ല, पीएससी का टेस्ट लिखते वक्त नहीं. എന്ന് നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നു എന്ന് നിനക്ക് തോന്നുന്നു, അപ്പോൾ നീ ഫാസ്റ്റ് ചെയ്യണം. जब आपको ये लगता है कि आपको परमेश्वर के साथ रिश्ते में कुछ परेशानी है, तब उपवास करें. ഹല്ലേലൂയ. आमीन. അതെങ്ങനെ അറിയാം? वो कैसे आपको पता എങ്ങനെ चलेगा? അറിയാം നീയും ദൈവമായിട്ടുള്ള ബന്ധം കുറയുന്നത്? परमेश्वर के साथ आपका रिश्ता कम हो रहा है करके कब आपको पता चलेगा? സിമ്പിൾ ആയിട്ട് പറയാം, मैं आमतौर पे बताता हूँ, നിന്റെ സ്പിരിച്വൽ ഫ്ലോ കുറയും, आपके आत्मिक बहाव कम हो जाएगा, നിന്റെ ജഡം പൊങ്ങും, आपका शरीर उठना शुरू करेगा, നിന്റെ വൈകാരിക തലങ്ങളിൽ ജഡത്തിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും. आपके भावनाओं के अंदर शरीर का काम होना शुरू करेगा. ഹല്ലേലൂയ. हालेलुया. നിന്റെ അഭിഷേകത്തിന്റെ ഫ്ലോ കുറയും. आपके अभिषेक के बहाव कम होना शुरू करेगा.
എമർജൻസി ആയിട്ട് നീ ഫാസ്റ്റ് ചെയ്യണം. आप उपवास करें बहुत जल्दी. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? इसलिए आपको पता കാര്യങ്ങൾ है, നടക്കാൻ വേണ്ടിയല്ല. काम होने के लिए नहीं, ആ ബന്ധം മുറിഞ്ഞു പോകാതെ वो रिश्ता ना टूटे, ബന്ധത്തിലേക്ക് തിരിച്ചു കയറാനാണ് നിന്റെ ഫാസ്റ്റിംഗ്. उस रिश्ते में आप वापस प्रवेश करने के लिए उपवास करना എത്ര है. പേരുടെ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറയും? कितने लोग मेरे साथ मिलकर हालेलुया ആ बोलेंगे? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ വിളിച്ച് യേശുവേ, उपस्थिति को अनुभव करने वाले बोले ഉറക്കെ വിളിച്ച് യേശുവേ. ऊंची आवाज में बोले हे यीशु. ലാ ഥാ ബാ 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 ബാ. ഷട്ടോ ബോ 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 കോട്ടി മലാരി ആന്തന. നിന്റെ വീട്ടിലെ സാന്നിധ്യം കുറയുന്നു. आपके घर के अंदर उपस्थिति कम हो रहा है. നിന്റെ ചർച്ചിലെ പ്രസൻസ് കുറയുന്നു. आपके कलीसिया के अंदर उपस्थिति कम हो रहा है. ഡിസംബർ മാസത്തിലെ പ്രസൻസ് കുറഞ്ഞാൽ, दिसंबर के महीने में अगर परमेश्वर की उपस्थिति कम हो നീ जाए, ഏപ്രിൽ വരെ കാത്തിരിക്കരുത്. आप अप्रैल तक इंतजार ना करें. തിങ്കളാഴ്ച പ്രസൻസ് കുറഞ്ഞാൽ, सोमवार को उसकी उपस्थिति कम हो നീ जाए तो സൺഡേ വരെ കാത്തിരിക്കരുത്. रविवार तक आप इंतजार ना करें. എമർജൻസി ആയി നീ ഫാസ്റ്റ് ചെയ്യണം. वो जल्दी से आपको उपवास करना है. നീ ഡ്രൈ ആയ ഒരു ദിവസം പോലും ജീവിക്കരുത്. आप कभी भी एक भी दिन आत्मा में सूखा ना रहे. ലോക്കൽ ചർച്ചുകൾക്ക് എന്താ സംഭവിക്കുന്നത്? इन यहाँ पे कलीसियाओं में क्या हो रहा है? April May they have fasting prayer. उन लोगों ने उपवास का प्रार्थना बनाया है. Maybe June July they are surviving this with an anointing. और जून और जुलाई के महीने में उस उपवास के सामर्थ के साथ में वो काम कर रहे हैं. Next 8 or 10 months आगे के 8 या 10 महीने they're spiritually struggling. वो आत्मा में बहुत परेशान हो रहे हैं. Church is not declaring the fasting prayer. और कलीसिया उपवास प्रार्थना को कदम नहीं रख रहे हैं. അടുത്ത മാർച്ചിലോ മെയിലേ ഉള്ളൂ ഫാസ്റ്റിംഗ്. अगले मार्च में या मई के महीने में ये उपवास है. 10 മാസത്തോളം സ്ട്രഗിൾ ചെയ്യുകയാണ്. 10 महीने तक वो परेशान हो रहे हैं. നിന്റെ ചർച്ച് ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്തുവരെ നീ വെയിറ്റ് ചെയ്യരുത്. आपके चर्च उपवास करने के लिए तो आप इंतजार ना करें. നീ ഫാസ്റ്റ് ചെയ്യടാ. आप उपवास करिए. കുടുംബമായി ഫാസ്റ്റ് ചെയ്യുക. आप परिवार समेत उपवास ആരും करिए. അറിയണ്ട. कोई किसी को ना जाने पाए. Maintain the lifestyle of fasting. आप उपवास की जीवन शैली को तैयार करिए. Hallelujah. ഞാൻ ലോങ് ടൈം ഫാസ്റ്റ് ചെയ്യുന്ന ആളല്ല. मैं लंबे समय उपवास करने वाला व्यक्ति नहीं हूँ. പക്ഷെ ഒരു സാധാരണ ആളുകൾ ഒഴിവാക്കുന്നതിനേക്കാൾ ഭക്ഷണം ഒരു വർഷം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. और साधारण लोग खाना जो बंद करते हैं उससे ज्यादा खाने को मैं छोड़ देता हूँ. एक साल 40 days ഫാസ്റ്റ് ചെയ്യുന്ന ഒരാൾ, 40 दिन उपवास करने वाला एक व्यक्ति 40 into 3 ടൈം മീൽ സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു 120 മീൽ സ്കിപ്പ് ചെയ്തേക്കുക. 40 गुना 3 बार जो खाना छोड़ देते हैं, 120 खाने को आप छोड़ देते പക്ഷെ हैं. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, बल्कि मैं उत्साह के साथ बोलता हूँ, ഒരു വർഷം 120 കൂടുതൽ മീൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. एक साल के अंदर 120 भोजन से ज्यादा मैं छोड़ देता हूँ. എന്തിനാണെന്നറിയാവോ? किस लिए आपको पता है? Just seeking the intimacy. एक ही कारण से कि उसके साथ मेरे रिश्ते को खोजने के लिए. എന്തോ ഒരു ഭയങ്കര ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നു. एक भयंकर परमेश्वर की सामर्थ्य को मैं अनुभव कर रहा हूँ. പ്രാർത്ഥിച്ച് प्रार्थना करिए, प्रार्थना करिए. കർത്താവിന്റെ ശക്തി ചിലരുടെ മേൽ വ്യാപരിക്കട്ടെ. परमेश्वर के सामर्थ्य कुछ लोगों के ऊपर मंडरा रहा है. ഒരു അഭിഷേകത്തിന്റെ ജീവിത ശൈലി ഇതിന്റെ മേൽ അവൻ തുറക്കട്ടെ. एक अभिषेक के जीवन शैली परमेश्वर आपके अंदर ഒരു അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകട്ടെ. एक अभिषेक का सामर्थ्य आपके ऊपर बहने पाए. ഓ, ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. मैं परमेश्वर की उपस्थिति को എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? कितने लोग अनुभव कर रहे हैं? നിന്റെ വീട്ടിൽ ജനുവരിയിൽ സാന്നിധ്യം കുറയുന്നെങ്കിൽ, अगर आपके घर के अंदर जनवरी के महीने में उपस्थिति कम हो रहा है, 1 തീയതി കുറഞ്ഞാൽ, अगर 1 तारीख को कम होता है तो 1 തീയതി രാത്രി നീ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യണം. 1 तारीख के रात के समय में आप उपवास को बोले. 10 തീയതി കുറഞ്ഞാൽ, अगर 10वें तारीख को कम हो जाए तो 10 തീയതി നീ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യണം. 10वें तारीख को उपवास शुरू करें. നീ ഡ്രൈ ആയി ജീവിക്കരുത്. आप सूखे ना रहने पाए. നീ ഡ്രൈ ആയി ജീവിക്കരുത്. आप सूखे रहने ना पाए. ഒരുപാട് പേർ ഡ്രൈ ആയി ജീവിക്കുക. बहुत से लोग आत्मा में सूखे होकर रह रहे हैं. അവർക്ക് നീ ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ अगर उनको आगे उपवास करना है तो അവരുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യണം. उनके घर में, उनके कलीसिया में उपवास शुरू करना है. അതുവരെ അവർ ഡ്രൈ ആയിരിക്കും. वो समय तक वे सूखे रहेंगे आत्मा में. മണവാളൻ വിട്ടു പിരിയുമ്പോൾ, जब वर आपको छोड़ के जाएगा, എപ്പോൾ നീ യേശുവിനെ മിസ് ചെയ്യുന്നോ, आप जिस समय में यीशु को मिस करोगे എപ്പോൾ तो നീ അഭിഷേകത്തെ മിസ് ചെയ്തു തുടങ്ങുമോ, जब आप अभिषेक को मिस करना शुरू करेंगे. ഹലോ ബ്രൈഡ്,
മണവാട്ടി, प्रभु यीशु मसीह के ദുൽഹൻ, दुल्हन, നിന്റെ മണവാളനെ നീ മിസ് ചെയ്യുന്നുണ്ടോ? आप आपके दुल्हे को मिस कर रहे हो? Come on, take fasting. आप उपवास करिए. Come on. എത്ര പേർ പ്രാർത്ഥിക്കും? कितने लोग प्रार्थना करेंगे? എനിക്കറിയത്തില്ല, വലിയ ദൈവശക്തി ഞാൻ അനുഭവിക്കുന്നു. मैं परमेश्वर के बड़े सामर्थ को अनुभव कर रहा हूँ. അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നും അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. ചേർന്ന് പാടാമോ? സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ വീഴുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലോടുകൂടെ നീ ദൈവത്തെ അന്വേഷിക്കുക. वैसे एक जीवन शैली के साथ में आप परमेश्वर को खोजे. എപ്പോഴെങ്കിലും നീ കർത്താവിനെ മിസ് ചെയ്തു തുടങ്ങുമ്പോൾ, कभी भी अगर आप प्रभु को देख ना पाए तो നിന്റെ സീസൺ കുറയുമ്പോഴല്ല, आपके सीजन समाप्त होने के समय में नहीं, മീറ്റിംഗ് കുറയുമ്പോഴല്ല, आपका मीटिंग कम होने से नहीं, കൺവെൻഷന്റെ വേദികൾ കുറയുമ്പോഴല്ല, आपके कन्वेंशन के मंच कम होने से नहीं. എന്റെ അനുഭവത്തിൽ നീ ഞാൻ പറയട്ടെ, मेरे जीवन के अनुभव से बताता हूँ. വേദികളെക്കാൾ, മീറ്റിങ്ങുകളെക്കാൾ, പ്രോഗ്രാമുകളെക്കാൾ ഭയങ്കരമാണ് അവന്റെ സാന്നിധ്യത്തിൽ കുതിർന്നിരിക്കുന്നത്. उसके प्रचार के मंचों से ज्यादा, मीटिंग से ज्यादा उसके उपस्थिति के अंदर रहना ही है आशीष. കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോഴല്ല, हाथ में जब पैसा कम होता है वो समय में नहीं. ഞാൻ പറയും, എനിക്കൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ശരിക്കും ആഘോഷിക്കും. मैं कहूंगा कि जब मेरे हाथ में कुछ भी ना हो वो समय में मैं बड़ा त्योहार मना. മണവാളൻ വിട്ടുപിരിയുന്നൊരു നാഴിക വരും. एक दुल्हा छोड़ के जाने का समय आएगा. ഞാൻ കർത്താവിനോട് പറയും, मैं प्रभु से बोलूंगा, എന്നെ വിട്ടുപിരിയല്ലേ, मुझे छोड़ के नहीं जाना. എനിക്ക് ഉപവസിക്കാനൊന്നും വയ്യ കർത്താവേ. मैं प्रभु मैं उपवास नहीं कर सकता हूँ. കർത്താവേ, എനിക്കിനി സമരം ഇരിക്കുന്ന പോലെ ഉപവസിക്കാൻ വയ്യ കർത്താവേ. प्रभु मैं जैसे स्ट्राइक बैठते हैं वैसे उपवास नहीं कर सकता. Just I need your presence. मुझे तेरी उपस्थिति का जरूरत है. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 2-3 बात और मैं बोल के प्रार्थना करता हूं. അങ്ങനെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ अगर आप वैसे परमेश्वर को खोजेंगे, നിങ്ങൾ ദൈവത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കും. परमेश्वर के गहराई में आप सफर करोगे. ഇന്റിമസിയുടെ ആഴങ്ങളിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലും. उसके रिश्ते के गहराई में आप प्रवेश करोगे. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഭയങ്കര കാര്യങ്ങൾ നീ കാണാൻ തുടങ്ങും. आपके लिए परमेश्वर ने रखा हुआ बड़े कामों बातों को आप देखोगे. അങ്ങനെ നിന്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ജഡത്തെ, നിന്റെ അകത്തെ മനുഷ്യനെ കൊണ്ട് നീ പിടിച്ചമർക്കും വീണ്ടും. वैसे आगे फिर से आपके अंदर खड़ा हुआ शारीरिक इंसान को आप बंद कर दोगे. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫാസ്റ്റ് ചെയ്യുമ്പോൾ उपवास करते समय നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. कुछ बातें ऐसे होते हैं जो मैं आपको बताना എന്താ ഈ चाहूंगा. ഫാസ്റ്റിംഗിൽ നടക്കുന്നേ? उपवास में क्या होता है? ഫാസ്റ്റിംഗിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. उपवास में होने वाली कुछ बातें को मैं നീ बताता हूँ. പല കാര്യങ്ങൾ സേവ് ചെയ്യുകയാണ്. कई बातों को आप बचा रहे हैं. ഒന്ന്, നിന്റെ ഫുഡ് നീ സേവ് ചെയ്യുന്നു. आपके खाने को आप बचा रहे हैं. രണ്ട്, നിന്റെ ടൈം നീ സേവ് ചെയ്യുന്നു. आपके समय को बचा रहे हैं. മൂന്ന്, നിന്റെ എനർജി നീ സേവ് ചെയ്യുന്നു. तीसरा है कि आप आपके सेहत को आप बचा रहे हैं. നാല്, നിന്റെ പണം നീ സേവ് ചെയ്യുന്നു. चौथी बात है कि आप आपके पैसे को बचा रहे हैं. അഞ്ച്, നിന്റെ വാക്കുകളെ നീ സേവ് ചെയ്യുന്നു. पांचवी बात है कि आप आपके बातों को, शब्दों को बचा रहे ഈ हैं. 5 കാര്യങ്ങളാണ് നീ സേവ് ചെയ്യുന്നത്. ये 5 बातों को आप बचा रहे हैं. 3 ദിവസം ഉപവസിച്ചു. 3 दिन उपवास किए 6 നേരത്തെ, ആമേൻ, 9 നേരത്തെ മീൽ നീ സേവ് ചെയ്തു. और 9 समय का खाना आपने बंद कर दिया, बचाया. വീട്ടിൽ 6 പേരുണ്ടെങ്കിൽ अगर घर में 6 लोग हैं, 6 പേർ, ആമേൻ, 3 നേരത്തെ ആഹാരം വെച്ച് 3 ദിവസം. 6 लोग 3 टाइम के खाने को पकड़ के 3 दिन നല്ലൊരു എമൗണ്ട് ഓഫ് ഫുഡ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. और एक अच्छा तरीके का भोजन को आपने बंद किया है. ആർക്കറിയാൻ സേവ് ചെയ്തു? कौन जानता है कि आपने बचाया है कि नहीं?
രണ്ട് ടൈം സേവ് ചെയ്തു. आपने समय को बचाया है. രാവിലെ മുതൽ അടുക്കളയിലല്ലേ? सुबह से आप रसोई में हैं. നീ ഫാസ്റ്റിംഗിൽ വീണ്ടും അടുക്കളയിലാണോ? आप उपवास के समय में फिर से रसोई में हैं. ദയവായിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക. आप दया करके दोपहर को खाना खाइए. ചുമ്മാ പേര് മാത്രം ഫാസ്റ്റിംഗ്, और केवल नाम से उपवास है. സാധാരണ പോലെ രാവിലെ മുതൽ രാത്രി വരെ പിന്നെയും അടുക്കളയില്ല. जैसे साधारण तौर पे वैसे सुबह से शाम तक रसोई के अंदर है. സ്റ്റോപ്പ് യുവർ ഫാസ്റ്റിംഗ്. आपके उपवास को बंद किए. ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. आप कुछ नहीं बोल रहे हैं. സുനിത ഫാസ്റ്റിംഗ് ആണോ? सुनीता जी आप क्या उपवास में हैं? ആ എങ്കിൽ താടിക്ക് കൈ കൊടുക്കുന്നതൊക്കെ എടുത്ത് മാറ്റ്. ऐसा है तो अपने നമ്മൾ വലിയ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുക അവിടെ. हम यहाँ पे बड़े स्क्रीन के अंदर आपको देख रहे हैं. हालेलुया. ടൈം സേവ് ചെയ്യ്. आपके समय को आप बचाएं. ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം? उस समय में आपको क्या करना है? Spend your time with Jesus. आप आपके समय प्रभु यीशु के साथ बिताएं. അത്യാവശ്യം ഒരു ചായ എങ്ങാണ് ഇട്ടിട്ട് come and seek the face of God. आपको जरूरत है तो थोड़ा सा चाय बना के पी के जल्दी से आके प्रभु के चेहरा को खोजें. അടുക്കളയിൽ നിന്ന് മാറിയിട്ട് ഫാസ്റ്റ് ചെയ്യ്. रसोई से हट के आप उपवास करें. എനർജി സേവ് ചെയ്യുകയാണ്. आप आपके ताकत को बचा रहे हैं. എന്തെല്ലാം എനർജിയെ സേവ് ചെയ്യുന്നത്? क्या क्या ताकत को बचा रहे हैं? ശാരീരികമായ എനർജി സേവ് ചെയ്യും. शारीरिक ताकत को. വീട്ടിലെ കറണ്ട് സേവ് ചെയ്യുന്നു. घर के अंदर करंट को, बिजली को. കാര്യം 24/7 ടിവി അല്ലായിരുന്നു ഓൺ ചെയ്തിട്ടിരുന്നത്. क्योंकि 24 घंटा 7 हफ्ते में 7 दिन टीवी ऑन था. എല്ലാം ഓഫ് ചെയ്യുക. सब लोग सब कुछ बंद कर दें. നീ കറണ്ട് സേവ് ചെയ്യുകയാണ്. आप आपके बिजली को बचा रहे हैं. അതിനുപരി നീ പൈസ സേവ് ചെയ്യുകയാണ്. उससे बढ़कर आप पैसे को बचा रहे हैं. 3 ദിവസം ചെലവ് എത്ര പൈസ ഉണ്ടായിരുന്നു? 3 दिन आप किस लिए पैसा कितना चाहिए था? എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, पिछले दिन एक व्यक्ति ने मुझसे बोला, പാസ്റ്ററെ കുറഞ്ഞത് ഒരു ദിവസത്തെ ചെലവ് ആശുപത്രിയിൽ എങ്ങും പോയില്ലെങ്കിലും 10-600 രൂപയാവുമെന്നാ പറഞ്ഞു. एक भाई ने बोला, पास्टर जी अगर अस्पताल में ना जाए फिर भी कम से कम एक दिन 600 रुपए का खर्चा होता है. ഒരു ദിവസം एक दिन 500 വെച്ച് കൂട്ടാം. 500 से हम आगे गुणा करेंगे. 500 × 3 500 गुना 3 1500 നിങ്ങൾ കഴിഞ്ഞ ഈ 3 ദിവസം സേവ് ചെയ്തു. पिछले 3 दिन आप 1500 रुपए को बचाए हैं. ചർച്ചിന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കണം മര്യാദയ്ക്ക്. और वो पैसा चर्च के अकाउंट में, खाते में डाल दे. ഇതാ ഫാസ്റ്റിംഗ്. यही है उपवास. ഒന്നും മിണ്ടുന്നില്ലല്ലോ ആരും. आप कुछ नहीं बोल रहे हैं. ഇതിനൊന്നും നമുക്ക് സമയമില്ല. इन बातों के लिए आपको समय नहीं है. ഫാസ്റ്റിംഗ് हम फास्टिंग में है, उपवास में. നിർത്തിയിട്ട് പോടാവേ. समाप्त करके बंद करके चला जा. ആമേൻ. കർത്താവ് നിങ്ങളിൽ നിന്നും ശരിയായ ഉപവാസം ആഗ്രഹിക്കുന്നു. परमेश्वर आपसे एक सही उपवास को चाहते हैं. നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, आप मुझे पैसा ना दे, പക്ഷെ ശരിയായ ഉപവാസമാണ്. बल्कि अगर सही उपवास है तो ഇതെല്ലാം നമ്മൾ സേവ് ചെയ്യും. ये सब कुछ हम बचाएंगे. സേവ് ചെയ്തിട്ട് ये सब बचा के നമ്മൾ നമ്മുടെ ജഡത്തിൽ സേവ് ചെയ്തിട്ട് ആത്മാവിൽ വിതയ്ക്കും. और हम हमारे शरीर में बचा के उसको आत्मा में बोएंगे. എന്റെ ഭാഷയിൽ പറഞ്ഞ യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിംഗ് സംതിങ് ഇൻ ഗോഡ്സ് ബാങ്ക്. मैं अगर मेरे शब्दों में बोलूं तो आप आपके परमेश्वर के खाते में कुछ डाल रहे हैं. ആക്സിസ് ബാങ്കിലല്ല, HDFCയിലല്ല, एक्सिस बैंक में, HDFC बैंक में नहीं, SBTയിലും SBIയിലും ഫെഡറൽ ബാങ്കിലും അല്ല, SBI में, SBT में, फेडरल बैंक में नहीं. കർത്താവിന്റെ ബാങ്കിൽ നീ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സമയം, നിന്റെ ഫുഡ്, നിന്റെ ടൈം, നിന്റെ എനർജി, നിന്റെ മണി നീ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. आप परमेश्वर के उस खाते के अंदर आप आपके समय को, खाने को और पैसे को आप इन्वेस्ट कर रहे हैं. ഹല്ലേലൂയ. हालेलुया. അതിലുപരിയായിട്ട് उससे बढ़कर നീ സേവ് ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. आप एक ऐसा बड़ा बात आप बचा रहे हैं. നിന്റെ വളവള എന്നുള്ള സംസാരം നീ സേവ് ചെയ്യും. आपके ऐसे यूं ही बात करने वाले शब्दों को. ഉപവസിക്കുമ്പോഴെങ്കിലും ചിലത് വായ അടയ്ക്കുമല്ലോ. कम से कम उपवास करते समय कुछ लोग मुंह बंद करते हैं. മിണ്ടുന്നില്ലല്ലോ ആരും. എന്ത് പറ്റി? എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുന്നു. सब लोग चुप हैं. क्या हो गया है? മറ്റേത് രാവിലെ മുതൽ തുടങ്ങുകയല്ലേ, नहीं तो सुबह से आप शुरू कर देते हैं അലപ്പും ചെലപ്പും. आपके ऊंचे आवाज में बात करना. നിർത്ത്. बंद करिए. ചേർന്ന് ഹല്ലേലൂയ പറയാവോ? मिलके बोलिए हालेलुया. ഇതെല്ലാം സേവ് ചെയ്യുക. ये सब बचाएं എന്നിട്ട് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യുക. और ये बातों को बचा के उसको बदलिए. എന്തുമായിട്ട് റീപ്ലേസ് ചെയ്യണം? किस बात के साथ बदलना നീ है? സേവ് ചെയ്ത നിന്റെ വാക്കുകളെ ആരാധനകളായി റീപ്ലേസ് ചെയ്യുക. आप आपके शब्दों को बचाकर उसके द्वारा आराधना को प्रकट करिए. നീ സേവ് ചെയ്ത നിന്റെ ഫിസിക്കൽ എനർജിയെ
പ്രയറായിട്ട് റിലീസ് ചെയ്യുക. आप आपके शरीर के ताकत को बचा के उसके द्वारा प्रार्थना के रूप में प्रभु को दे दीजिए. ഹല്ലേലൂയ. हालेलुया. നീ സേവ് ചെയ്തതിന്റെ ടൈമിനെ ദൈവ വചനത്തിന്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുക. आपके समय को जो आप बचा रहे हैं उस समय को परमेश्वर की उपस्थिति में वचन पढ़ने में इस्तेमाल करें. This is a real fasting. और यही है सही उपवास. എന്റെ കൂടെ ഉണ്ടോ? क्या आप मेरे साथ में हैं? പട്ടിണി കിടക്കല്ലേ. भूखे ना रहे. ഒന്ന് രണ്ട് പേരെ തട്ടിയിട്ട് പറ പട്ടിണി കിടക്കല്ലേ. 2-3 लोगों को छू के बोले उपवास ना रहे. ഒന്ന് രണ്ട് പേരെ തട്ടിയിട്ട് പറ പട്ടിണി കിടക്കല്ലേ. 2-3 लोगों को छू के बोले उपवास भूखे ना रहे. Save your food, time, energy, money and words. आप आपके पैसा, समय, बातों को सबको बचाएं. I mean, just replace this. और इन चीजों को बदलिए. I mean, ആരാധനകളായി replace ചെയ്യുക. उसके साथ में आराधना के रूप में प्रभु को दे दीजिए. പ്രാർത്ഥനകളായി replace ചെയ്യുക. प्रार्थना के रूप में प्रभु को दे दीजिए. ദൈവത്തിന്റെ വചനം തിന്ന് ജീവിക്കുക. परमेश्वर के वचन को खा के जिए. ഇതൊരു ഷോർട്ട് ടൈം കമ്മിറ്റ്മെന്റ് അല്ല. ये एक छोटे समय का समर्पण नहीं है. This is a lifetime commitment. ये एक जिंदगी का समर्पण है. 3 ദിവസത്തെ ആഹാരം ഒഴിവാക്കലല്ല. एक 3 दिन के भोजन को अलग करना नहीं है. 3 ദിവസത്തെ പൈസ കൊടുക്കുന്നതല്ല. 3 दिन के पैसों को देने के लिए नहीं. 3 ദിവസം സംസാരിക്കാതിരിക്കുന്നതല്ല. 3 दिन बात ना करने के लिए नहीं. 3 ദിവസം പ്രാർത്ഥിക്കുന്നതല്ല. 3 दिन प्रार्थना करने का बात नहीं. Maintain the lifestyle of fasting. और जीवन शैली उपवास का आप उसको जीवन में रखिए. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായി മാറട്ടെ. ये हमारे रोज की जिंदगी का शैली बन जाए. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം. वैसे हम परमेश्वर ही गहराई में प्रवेश करें. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. हम परमेश्वर को खोजें. ഇങ്ങനെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ऐसे खोजने वाला कोई है? നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. आपको कभी भी किसी बात की कमी नहीं होगी. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, बल्कि परमेश्वर का वचन कहता है, Seek ye first the kingdom of God and his righteousness. सबसे पहले परमेश्वर के राज्य के और उसकी धार्मिकता के खोज करें. ബാക്കിയെല്ലാം നിന്റെ പുറകെ വരും. बाकी सब कुछ आपके पीछे आ നിന്റെ जाएंगे. വീടിന്റെ ലോൺ ദൈവം അടയ്ക്കും. आपके घर का लोन प्रभु भरेगा. നിന്റെ വണ്ടിയുടെ സീസി ദൈവം അടയ്ക്കും. आपके गाड़ी का सीसी परमेश्वर भरेगा. നിന്റെ കുഞ്ഞിന്റെ ഫീസ് ദൈവം കൊടുക്കും. आपके बच्चे का फीस प्रभु भरेगा. Hallelujah. हालेलुया. Simply maintain आप केवल the आमतौर पे lifestyle of fasting. उपवास के जीवन शैली को आपके जीवन में रखिए. Are you ready, church? कलीसिया, क्या आप तैयार हैं? I promote this kind of fasting. मैं ऐसे उपवास के लिए लोगों को उत्साह करता हूं. I never promote religious type of fasting. मैं कभी भी धार्मिक रीति से उपवास को प्रोत्साहित नहीं करता, But I promote the lifestyle of fasting. बल्कि मैं उपवास के जीवन शैली को उत्साहित करता हूं. യേശു 40 ദിവസം ഉപവസിച്ചു. यीशु 40 दिन उपवास किए. 41 ദിവസം കുരുത്തക്കേട് കാണിക്കാൻ പോയില്ല. 41वें दिन अपने मनमानी करने के लिए नहीं गए. 33 വർഷം 3.5 വർഷം അവൻ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു. 33.5 साल वैसा जीवन शैली को प्रभु ने रखा. നമുക്കൊരു നല്ല മാതൃക വെച്ചിട്ട് പോയിക്കുന്നു. और प्रभु ने एक ऐसा अच्छा उदाहरण हमारे सामने रख के गए हैं. അപ്പോസ്തലന്മാർ അവരുടെ ലൈഫ് സ്റ്റൈൽ ഫാസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തു. और प्रेरित लोग अपने जीवन के अंदर जीवन शैली के अंदर उपवास का जीवन शैली रखा. ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തു. पहले पीढ़ी के कलीसिया ने उसको रखा. എന്നാൽ മതം അതിനെ വേറൊരു മുഖമാക്കി കളഞ്ഞു. बल्कि धर्म ने उसको एक नया चेहरा दे दिया. പട്ടിണി കിടക്കുന്നു. भूखा रहना അകത്ത് മാറ്റം ഉണ്ടാകുന്നില്ല. और अंदर कोई बदलाव नहीं. ഫാസ്റ്റിംഗിലും അവർ മണവാളനെ മിസ് ചെയ്യുന്നു. ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടും അവർ മണവാളനെ മിസ് ചെയ്യുന്നു. उपवास के अंदर और उपवास के बाद में भी वे अपने दुल्हे को मिस कर रहे हैं. ഒരു പുതിയ തലമുറയെ അവൻ അന്വേഷിക്കുന്നു. एक नई पीढ़ी को प्रभु ढूंढ रहा है. മണവാളനെ മിസ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു മണവാട്ടിയെ, अपने दुल्हे को मिस ना करने वाले दुल्हन को. ജീവിതത്തിൽ എവിടെയെങ്കിലും അവൻ ഒരു മിനിറ്റ് മിസ്സായി പോയി കഴിഞ്ഞാൽ അവനെ തിരിച്ചു പിടിക്കുന്ന ഉപവാസ വീരന്മാരെ, जीवन के अंदर उसको कहीं भी कभी भी मिस करें तो उसको वापस पाने वाले उपवास करने वाले लोग. ആഹാരം കഴിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ നിന്ന് സൂര്യനെ പിടിച്ചു കെട്ടുന്ന യോശുവമാരെ, भोजन खाते हुए लड़ाई के जमीन के अंदर खड़े होकर सूरज को बंद करने वाले यहोशू के समान. ആഹാരം കഴിച്ചിട്ട് കയ്യിൽ കടിച്ചു തൂങ്ങിയ അണലി സർപ്പത്തെ
കുടഞ്ഞെറിയുന്ന പൗലോസുമാരെ, भोजन खाते हुए हाथ में टंगे Jesus. हुए सांप को फेंक देने वाला पौलुस की രാവിലെ നല്ലോണം വയറ് നിറച്ച് കഴിച്ചിട്ട് വീട്ടിൽ നിറങ്ങി വരുമ്പോൾ മുടന്തനെ എഴുന്നേൽപ്പിക്കുന്ന പൗലോസുമാരെ, പത്രോസുമാരെ, യോഹന്നാന്മാരെ ദൈവം അന്വേഷിക്കുന്നു. सुबह के समय में पेट भर के खाना खाने के बाद बाहर जाके लंगड़ों को खड़ा करने वाले पतरस के समान, यूहन्ना के समान, पौलुस के समान. Come on in Christ Church. हे आ जाओ मसीह में कलीसिया. Maintain the lifestyle of fasting. उपवास के जीवन शैली को संभालें. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आंखें बंद करेंगे और हम വായ്കൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് मुंह खोल के मिल के बोले हे എത്ര പേര് यीशु. രാത്രി എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? आज सुबह में कितने लोग मेरे साथ में बैठ के प्रार्थना ഒരുമിച്ച് करेंगे? ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. मिल के आत्मा में प्रभु को धन्यवाद बोले. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. मिल के प्रभु को धन्यवाद बोले. ഒരു പഴയ ഹിന്ദി പാട്ടുണ്ട്, ഹം ഗായേ ഹോ സനാ, एक हिंदी गाना है पुराने जो हम गाए हो सन्ना, തൂ രാജാവോഗാ ഹേ രാജാ. तू राजाओं का है राजा. ആ പാട്ടിന്റെ വരികൾ കൂടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. उस गाने के शब्दों को गा के हम प्रार्थना करेंगे. ചേർന്ന് പാടുക. के गाएं. तू राजाओगा हे राजा, तेरी महिमा हो हे ज़्यादा, तू है प्रभु हमारा खुदा, हम गाए हो जना, तू राजाओगा हे राजा, तेरी महिमा हो हे ज़्यादा, तू है प्रभु हमारा खुदा, प्यारे पिता, तूने हमसे कितना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. प्यारे पिता, तूने हमसे इतना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. हम गाए हो सेना, राजाओं का हे राजा, तेरी महिमा हो हे ज़्यादा, तू है प्रभु हमारा खुदा, हम हो सेना. तू राजाओगा हे राजा, तेरी महिमा हो हे ज़्यादा, तू है प्रभु हमारा. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.